നിങ്ങൾ ഈ ലോണിന്റെ കാര്യത്തിൽ എന്താന്ന് ഒരു തീരുമാനം എടുത്തേക്കണേ? ഏത് ലോൺ? ഏത് ലോൺ? എന്നെ കുഴിയിലോട്ട് വെക്കാൻ വേണ്ടി എടുത്തില്ലേ ആ ലോൺ? അതിന് നീ എപ്പോഴാ ലോൺ എടുത്തത്? ഓ അച്ഛാ, എന്തോട്ടാ? അച്ഛൻ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിട്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തില്ലേ, അത് അടച്ചില്ല, ജപ്തി നോട്ടീസ് വന്നു. അപ്പൊ എന്താ അത് അടയ്ക്കാതിരുന്നതെന്ന്? എടി ശമ്പളം കിട്ടുമ്പോ ശമ്പളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് ലോൺ അടക്കണ്ടേ? അവക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? എത്ര കിട്ടിയാലും എന്താ കിട്ടുന്നത് കൊണ്ടുപോയി അടക്കണം. നല്ല ഒന്നാം തരം തന്ത, അങ്ങനെ തന്നെ വേണം. എന്റെ ഈ കാലിന് ആവതുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഒരുത്തന്റെ മുമ്പിലും വരൂലായിരുന്നു. എനിക്കറിയായിരുന്നു എങ്ങനെയെങ്കിലും ഇത് ലോൺ അടച്ചു തീർക്കാൻ. അതെങ്ങനെ ദൈവമായിട്ട് കാല് പറഞ്ഞ് ഒടിച്ചു കളഞ്ഞു. നല്ല ദൈവം. നിങ്ങൾ ആശുപത്രി ഞാൻ കിടന്നപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു ഗുളിക മേടിച്ചാൽ ഒരു ഗുളികയുടെ കാശ് ഇന്ന് അടി പിടിച്ചോന്ന് പറഞ്ഞ് നിങ്ങൾ തന്നോ? അത് ഏത് ഗുളിക? അറിയാൻ പാടില്ല, പോയി അന്വേഷിക്ക്. നിങ്ങൾ ഈ ലോൺ അടയ്ക്കാൻ ഒരു വഴി പറയാൻ. ഒരു ജോലി കൂലിയില്ലാത്ത ഒരാളോട് ലോൺ അടക്കാൻ പറയുന്നത് എവിടുത്തെ മര്യാദയടി? ഇവിടുത്തെ മര്യാദയാണ്. എന്റെ കുട്ടിയുടെ ലോണിന്റെ പൈസ അടക്കാൻ കഴിവില്ലാത്ത ഒരു അച്ഛനാണ് ഞാൻ എന്നുള്ളത് എന്റെ വിഷമം ഞാൻ ആരോട് പറയും? എന്താ നിങ്ങൾ ആലോചിക്കാത്ത? എന്താ എനിക്ക് കുട്ടിയോട് സ്നേഹമില്ലാതാ? നിങ്ങളെ ലോൺ അടയ്ക്കണ്ട, പക്ഷെ ഒരു വാക്ക്. എടി, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് പോകും? ഈ ലോൺ എങ്ങനെ അടയ്ക്കും? ഒന്ന് ചോദിക്കാലോ, കൊതി കൊണ്ടാ കേൾക്കാനൊക്കെ ആയിട്ടേ. അതല്ലേ എടി, നമ്മൾ ഈ ലോൺ എങ്ങനെ അടച്ചു തീർക്കും? അമ്മാമ്മനുണ്ട്, അച്ഛന് കിട്ടിക്കോളും. അതെ, ഇവിടെ ആകെ പ്രശ്നങ്ങളുണ്ട് അളിയ. ഇവർക്ക് എന്തൊക്കെയോ പറയണ്ട്. അതെ ശ്യാമളെ, ഇനി ഒന്നും എന്നോട് പറയണ്ട, ഒക്കെ അളിയനോട് പറഞ്ഞോ. നിങ്ങളെ അങ്ങനെ പെങ്ങളായി എന്നോട് എന്താ പറയണത്? ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെ വരണത്. ജപ്തിയായി എന്നുള്ളതല്ലേ, അതല്ലേ പറയാലോ. നന്നായി. ഏട്ടാ, ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ലോൺ അടച്ചോ എടുത്താണല്ലോ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല്ല. എടി, അപ്പൊ പിന്നെ എന്തിനാ എടുത്തത്? ഞാൻ 100 വട്ടം പറഞ്ഞില്ലേ ഈ പെണ്ണ് നഴ്സിങ്ങിന് വിടണ്ട എന്നുള്ള കാര്യം. അപ്പൊ നീ പറഞ്ഞത് വിട്ടത് അടങ്ങൂന്ന്. അളിയ, ആ വകുപ്പിൽ ചെലവാക്കാൻ 5 നയ പൈസ എന്റെ ഇത് കിട്ടില്ല. ഓ, അല്ലെങ്കിൽ എല്ലാ വകുപ്പിലും നിന്റെ കിട്ടുന്നതാ. നിനക്കറിയാവുന്നല്ലടി. അല്ല, നിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഈ സ്ഥിതിയിലാന്നുള്ളത്. ഇവൾക്ക് മാത്രം അറിയില്ല. ഇതിപ്പോ എല്ലാരും കൂടി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇവിടെ ഒറ്റക്കാലിൽ നിൽക്കാൻ നിനക്ക് നേഴ്സ് ആവണം. ഇപ്പൊ എന്തായി? നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കണം. പിന്നെ എന്താ സാധനം കിട്ടും പറഞ്ഞല്ലോ നിനക്ക്? എന്താടിയത്? സംതൃപ്തി, ആത്മസംതൃപ്തി. എന്നിട്ട് കിട്ടിയോ അവൾക്ക് ആത്മസംതൃപ്തി? പിന്നെ അവള് കൊട്ടക്കണക്കിന് കൊണ്ടുവരല്ലേ തൃപ്തി എന്നും. രാവിലെ ഉടുത്തൊരുങ്ങി ഇവിടുന്ന് പോണവളാ. അവിടെ ചെന്ന് അവൾക്ക് രോഗികളെ നോക്കലല്ലോ ആദ്യത്തെ പണി. അവിടെ കടിച്ചു വാരണം, ഡോക്ടറുടെ മേശ തുറക്കണം, ചുക്കില് തുറക്കണം. ഇത് കഴിയുമ്പോൾ രോഗികളുടെ പിറകെ ഓടണം. അവർക്ക് മരുന്ന് കൊടുത്തില്ല, ട്രിപ്പ് ഇട്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടറുടെയും മാനേജറുടെയും ചീത്ത അത് കേൾക്കണം. രോഗികളുടെ ചീത്ത പുറകെ. ഞാൻ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണേ? പട്ടിണിയാണെങ്കിൽ ഇവിടെ വന്നിരുന്നോളാൻ. കുടുംബത്തെ ആളുണ്ടാവൂലേ? ഇതൊക്കെ നിന്നെ പറഞ്ഞിട്ട കാര്യമുള്ളൂ. ഇവനെ ഈ കോലത്തിലാക്കിയത് നീയല്ലേ? അല്ലേ? നീ ആ മീൻകൊട്ടയും ചുമന്ന് ഈ ലോകമൊക്കെ നടക്കുമ്പോ ഞാൻ പറഞ്ഞു നീ വെറുതെ വീട്ടിൽ അടഞ്ഞൊതുങ്ങിയിരുന്നോ, അല്ലെങ്കിൽ അവൻ മടിയനാവും. ഇപ്പൊ എന്തായി? അനുഭവിച്ചോ? ഏട്ടൻ ഇങ്ങനെ കൈവലത്തി ഞാൻ ഇവിടെ പോകും. അല്ലാതെ ഞാൻ എന്ത് പറയുന്ന ശ്യാമളെ? ഒരു കണക്കിനാ ഞാൻ എൻ്റെ കുടുംബം തള്ളി വെക്കണേ. അതിൻ്റെ ഇടയ്ക്കാ നിന്റെ ഈ കഥ. ഇതിപ്പോ ഈ ബാങ്കിന്റെ കടം തീർക്കോ അതോ ഇവിടെ കിട്ടിച്ചിറക്കോ? പറഞ്ഞ പോലെ ഇവിടെ കല്യാണം കഴിക്കാൻ നിന്ന ഒരുത്തുണ്ടല്ലോ, പ്യാരി. എന്താ അവന്റെ പേര്? പ്യാരി അല്ലേ? പ്യാരിജാതൻ. പ്യാരി പോയി.